നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പരീക്ഷണാർത്ഥം ഈ മാസം ആരംഭിച്ച യുഎയുടെ പുതിയ വിസ നിയമം ഒക്ടോബർ 3 പ്രാബല്യത്തിൽ വരുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, സ്പോർട്സ് സെക്യൂരിറ്റി അറിയിച്ചു. വിവിധ കാലയളവിലേക്കുള്ള ഗ്രീൻ വിസ, റിമോട്ട് വർക്ക് വിസ, ഒന്നിലേറെ തവണ വന്നു പോകാവുന്ന ദീർഘകാല ടൂറിസ്റ്റ് വിസ, തൊഴിൽ അന്വേഷകർക്കുള്ള വിസ തുടങ്ങിയവയാണ് പുതുതായി ആരംഭിച്ചത്. കൂടാതെ കൂടുതൽ മേഖലകളിലേക്ക് ഗോൾഡൻ വിസയും അനുവദിച്ചിരുന്നു. വിവിധ മേഖലകളിലെ വിദഗ്ധരെയും ആഗോള പ്രതിഭകളെയും നിക്ഷേപകരെയും സഞ്ചാരികളെയും യുഎയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിഷ്കാരം. സ്വന്തം സ്പോൺസർഷിപ്പിൽ വിസ ലഭിക്കുന്നതിന് പുറമെ ആശ്രിതരെയും തുല്യ കാലയളവിലേക്ക് യുഎയിലേക്ക് കൊണ്ടുവരാം. 25 വയസ്സുവരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരിധിയില്ലാതെയും സ്പോൺസർ ചെയ്യാനും പുതിയ നിയമം അനുമതി നൽകുന്നു. പഠനത്തോടൊപ്പം അനുയോജ്യമായ ജോലി കണ്ടെത്താനും പുതിയ നിയമം സഹായകമാകും. നിലവിൽ ആൺകുട്ടികൾക്ക് 18 വയസ്സുവരെ മാത്രമേ മാതാപിതാക്കളുടെ സ്പോൺസർഷിപ്പിൽ നിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതുമൂലം 18 കഴിഞ്ഞ ആൺമക്കളെ മറ്റേതെങ്കിലും വിസയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ 4000 ദിർഹം കെട്ടിവെച്ച് 1 വർഷ കാലാവധിയുള്ള സ്റ്റുഡൻസ് വിസ എടുത്ത് വർഷം തോറും പുതുക്കുകയോ ചെയ്തു വരികയായിരുന്നു. ഇത് രക്ഷിതാക്കൾക്ക് സാമ്പത്തിക മാനസിക പ്രയാസം സൃഷ്ടിച്ചിരുന്നു. പുതിയ നിയമം അനുസരിച്ച് വിദേശ മാതൃകയിൽ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുവരാനാകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്നത് തടയാനും പുതിയ നിയമം സഹായിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി, സൈബർ സെക്യൂരിറ്റി, ഗെയിമിംഗ് ആൻഡ് റോബോട്ടിക്സ്, ഡേറ്റ അനാലിസിസ് തുടങ്ങിയ ഏറ്റവും പുതിയ ബിരുദാനന്തര കോഴ്സുകൾ ഉപയോഗപ്പെടുത്തി യുഎയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടി ജോലിയിൽ കയറാനുള്ള സൗകര്യവും നിലവിലുണ്ട്. അതുപോലെ യുഎയിൽ താമസിച്ച് മറ്റ് രാജ്യത്തെ കമ്പനികൾക്ക് വേണ്ടി തൊഴിൽ ചെയ്യാൻ അവസരം ഒരുക്കുന്നതാണ് റിമോട്ട് വർക്ക് വിസ. അടുത്ത 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടാം. മറ്റൊരു സ്പോൺസറുടെ ആവശ്യമില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത. സ്വന്തം സ്പോൺസർഷിപ്പിൽ വിസ ലഭിക്കും. എന്നാൽ റിമോട്ട് വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നതിനുള്ള തെളിവ് സമർപ്പിക്കണം. നിലവിലുള്ള തൊഴിലുടമയുമായുള്ള 1 വർഷത്തെ തൊഴിൽ കരാറിന്റെ രേഖയാണ് ഇതിനായി സമർപ്പിക്കേണ്ടത്. മാസത്തിൽ ചുരുങ്ങിയത് $5000 അഥവാ 18,250 ദിർഹമെങ്കിലും ശമ്പളം ഉണ്ടായിരിക്കണം. ഇത് തെളിയിക്കുന്നതിന് അവസാനത്തെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും അവസാനത്തെ 1 മാസത്തെ സാലറി സ്ലിപ്പും കാണിക്കണം. കമ്പനി ഉടമയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ കമ്പനി ഉടമസ്ഥാവകാശവും $5000 മാസ വരുമാനവും കാണിക്കുന്ന രേഖകൾ വേണം. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ 3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് തെളിവായി ഹാജരാക്കുകയും വേണം. ഇതിനു പുറമെ 6 മാസം കാലാവധിയുള്ള പാസ്പോർട്ട്, യുഎയിലെ മെഡിക്കൽ ചെലവുകൾ കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും ആവശ്യമാണ്. ഇങ്ങനെ റിമോട്ട് വർക്ക് പെർമിറ്റ് ലഭിക്കുന്നവർക്ക് കുടുംബത്തെ സ്പോൺസർ ചെയ്യാനാവുമെന്നതാണ് മറ്റൊരു സവിശേഷത. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.